ഡിസൈൻകാരൻ ഹിയർ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ചെറിയൊരു അനിമേഷൻ നമ്മൾ ചെയ്തു, എങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കി ഈ വീഡിയോ നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കും. അതിനെ റെൻഡറിങ് എന്ന് പറയും. അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സെറ്റിംഗ്സ് ആണ് ഇത് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കേസ് സൈസ് കുറവായിരിക്കണം, ഹൈ ക്വാളിറ്റി ആയിരിക്കണം. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഇതാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകും. വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഒരു കമൻറ്റിനോട് തരിക. ഓക്കെ, എന്നാൽ മാത്രമേ എനിക്കിതും നല്ല നല്ല വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് സഹായിക്കുക. അപ്പോൾ അതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ കോമ്പോസിഷൻ 2-3 കാണും. ആ കോമ്പോസിഷനിൽ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടാണ് കോമ്പോസിഷനായി നമ്മൾ ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. വേറെ കോമ്പോസിഷൻ എടുക്കരുത്. ഇപ്പോൾ ഇതിലാണ് ഞാൻ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പോസിഷൻ ഇതാണ്. ഷൂ ആഡ്സ് 3 തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ആ ഫയൽ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ്പോസിഷനിൽ പോയതിനു ശേഷം ആഡ് ടു മീഡിയ എൻകൗണ്ടർ കൊടുക്കുക. ആഡ് ടു മീഡിയ എൻകൗണ്ടർ കൊടുക്കുമ്പോൾ ആ മീഡിയ എൻകൗണ്ടർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾ ഉറപ്പിക്കണം. 1. നമ്പർ 2, സെയിം വെർഷൻ ആയിരിക്കണം. 2020 ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2020 മീഡിയ എൻകോഡർ തന്നെ നമ്മുടെ ഇതിൽ വേണം. അതായത് ആഫ്റ്റർ എഫക്ട്സ് 2020 ആണെങ്കിൽ ഇതും മീഡിയ എൻകോഡർ 2020 ആയിരിക്കണം. അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, എൻ്റെ ഷൂ ആഡ്സ് 3 എന്നാണ് എൻ്റെ ഫയൽ നെയിം. ഇവിടെ അതാണ് ഷൂ ആഡ്സ് 3 എന്നാണ് ഇട്ടേക്കുന്നത്. കറക്റ്റ് ഫയൽ നെയിം വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇതിൽ കാണും. നമുക്ക് H264 ആണ് ആവശ്യമുള്ളത്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. പ്രിവ്യൂ വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ ഒരുപാട് പ്രീസെറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം കേട്ടോ. നമുക്ക് യൂട്യൂബ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ യൂട്യൂബിൻ്റെ ഇതുണ്ട്, ഫേസ്ബുക്ക് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട്. ഓക്കെ, അത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫേസ്ബുക്ക് 1080 ഫുൾ HD കൊടുത്തു. അതിൻ്റെ ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ 2 സൈഡും ബ്ലാക്ക് വന്നു. അപ്പോൾ അങ്ങനെ വരേണ്ട, നമുക്കല്ലാതെ കറക്റ്റ് അളവിലാണ് നമ്മൾ കോമ്പോസിഷൻ കൊടുത്ത കറക്റ്റ് അളവാണ് വേണ്ടെങ്കിൽ ഇവിടെ 1080 × 1080 നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, സ്ക്വയർ ആയിട്ടുള്ള ഇത് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി മുതലാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത താഴേക്ക് വരുമ്പോൾ ഇവിടെ വീഡിയോ തന്നെ സെലക്ട് ആവണം. വീഡിയോ ആണെന്ന് നമ്മൾ ഉറപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ 1080 കൊടുത്തു. താഴേക്ക് വരിക, ഇവിടെ ഹൈ കൊടുക്കുക. ഇവിടെ ലെവൽ പോയി 5.1 കൊടുക്കുക. ഓക്കെ, അത് തന്നെ കൊടുക്കുക. താഴേക്ക് വന്നതിന് ശേഷം ഇവിടെയാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ VBR 2 പാസ് ഉണ്ട്, VBR 1 പാസ് ഉണ്ട്. ഞാൻ ഇവിടെ VBR 2 പാസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 സെറ്റിങ്സ് നമുക്കിവിടെ കിട്ടും. ഇവിടെ ടാർഗറ്റ് ബിറ്റ് റേറ്റ് ഞാനിവിടെ ഒരു 40 കൊടുക്കുകയാണ്. അതിനുശേഷം മാക്സിമം ബിറ്റ് റേറ്റ് എന്നുള്ളത് 40-ൻ്റെ 20% ആണ് കൊടുക്കുക. 40-ലെ 20%. അപ്പോൾ ഇതിലെൻ്റെ ടാർഗറ്റ്, എൻ്റെ ബിറ്റ് റേറ്റ് സെറ്റിങ്സ് ആണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൽ VBR 2 പാസ് സെറ്റ് ചെയ്യുക. ടാർഗറ്റ് ബിറ്റ് റേറ്റ് 40% കൊടുക്കുക. ഓക്കെ, 40% ആണ് ടാർഗറ്റ് ബിറ്റ് റേറ്റ്. എപ്പോഴും അതിൻ്റെ 20% കൂടുതൽ കൊടുക്കുക. അപ്പോൾ 20% എത്ര വരും? 48 വരും. ഇതാണ് ആ സെറ്റിങ്സ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഞാൻ പാത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിക്കോളും. നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റും ഇവിടെ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫയൽ നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ റെൻഡർ ചെയ്ത ഫയൽ നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് വെറും 16 KB ആ ഫയൽ സൈസ് ഉള്ളൂ. ഇപ്പോൾ 10 സെക്കൻഡ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാകും. ഓക്കെ, ഇതാണ് ആ ഫയൽ സൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് ആ ഫയൽ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു മെത്തേഡ് കാണിച്ചു തരാം. ഇനി ഈ സെക്കൻഡ് സെറ്റിംഗ്, അതായത് ഇപ്പോൾ നമുക്ക് അഡോബിൻ്റെ മീഡിയ എൻകൗണ്ടർ നമ്മളില്ല, എന്തെങ്കിലും കാരണവശാൽ വർക്കായില്ല. അടുത്തൊരു സെറ്റിങ്സ്, കഴിയുന്ന അഡോബ് എൻകൗണ്ടർ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള അനിമേഷൻ, കളറും കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണ അനിമേഷൻ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് Ctrl+M അടിക്കുക. Ctrl+M അടിക്കുന്നതിന് മുമ്പ് ഏത് ഫയലാണ് നമുക്ക് റെൻഡർ ചെയ്യേണ്ടത് അത് ഇതുപോലെ ഓപ്പൺ ആക്കി ഇടുക. ഇതൊന്നും ഓപ്പൺ ആക്കരുത്, ഇത് തന്നെ ഓപ്പൺ ആക്കി ഇടുക. ഓക്കെ,
അതിനുശേഷം കൺട്രോൾ എം അടിക്കുക. കൺട്രോൾ എം കോമ്പോസിഷൻ്റെ ഷോർട്ട് കട്ടാണ് ആയിട്ട് റെൻഡർ ക്യൂ എന്ന്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബോക്സ് കൂടെ വരും. അതിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ വരും. അതിനൊന്നും ചെയ്യണ്ട. അതിനുശേഷം ഔട്ട്പുട്ട് ടു ഉണ്ട്. അത് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കളർ മാനേജ്മെൻറ്റ് കാണും, മെയിൻ ഓപ്ഷൻ കാണും. മെയിൻ ഓപ്ഷനിൽ പോയതിനു ശേഷം ഇതിനെ ക്വിക്ക് ടൈം സെലക്ട് ചെയ്യുക. ക്വിക്ക് ടൈം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫോർമാറ്റ് ഓപ്ഷനിൽ പോവുക. അവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അനിമേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക. അനിമേഷൻ അയാളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ കളറും ക്വാളിറ്റിയും ബെറ്റർ ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഇതിനെ ഓക്കെ കൊടുത്തതിന് ശേഷം ഈ റെൻഡറിൽ ക്ലിക്ക് ചെയ്താൽ മതി. റെൻഡറിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരു 2 ടിപ്പുണ്ട്. ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെൻഡറിങ്ങിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 2 ഫയലും ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്. ഒരു ഫയൽ നമ്മളിപ്പോഴത്തെ ഫയൽ റെൻഡർ ആയിട്ടുണ്ട്. നമുക്ക് സൈസ് കണ്ടാൽ തന്നെ അറിയാൻ കണ്ടില്ല. ഇവിടെ 30 ഏകദേശം 3 GB അടുപ്പിച്ച് തന്നെ ഫയലുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിനെ റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ റെൻഡർ ചെയ്തപ്പം ഇപ്പോൾ തന്നെ മനസ്സിലാവും. രണ്ടാമത് റെൻഡർ ചെയ്ത ഫയൽ ഏകദേശം 2 GB അടുത്ത് ഫയലുണ്ട്. പക്ഷെ മറ്റേത് വെറും 2 MB ഉള്ളൂ അല്ലേ. ഏകദേശം പ്ലേ ചെയ്ത് നോക്കുകയാണേ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇത് നമുക്കിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെൻഡർ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ അനിമേഷൻ നമുക്ക് ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അനിമേഷൻ നമുക്ക് എങ്ങനെ റെൻഡർ ചെയ്യാൻ പറ്റും. ഇതുപോലത്തേക്ക് അനിമേഷൻ നമ്മൾ ലോഗോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെൻഡർ ചെയ്യണമെങ്കിൽ റെൻഡർ ചെയ്യാനായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒന്നുമില്ല, ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ടോഗിൾ ട്രാൻസ്പെറൻസി ഗ്രിഡ്, അത് ഓൺ ആക്കുക. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്പാരൻസി ഓൺ ആയിട്ടിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം കോമ്പോസിഷനിൽ ആഡ് റെൻഡർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ലോ സ്ട്രെസ് വന്നതിന് ശേഷം പഴയതുപോലെ തന്നെ ക്വിക്ക് ടൈം കൊടുക്കുക. ഫോർമാറ്റ് ഓപ്ഷനിൽ അനിമേഷൻസ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് RGB പ്ലസ് ആൽഫയാണ് കൊടുക്കേണ്ടത്. RGB പ്ലസ് ആൽഫ. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക, റെൻഡർ കൊടുക്കുക. അത് നമുക്കിവിടെ ആ ഫയൽ റെൻഡറായി. അപ്പം ഈ റെൻഡർ ചെയ്ത ഫയൽ VLC പ്ലെയറിലോ ക്വിക്ക് ടൈം പ്ലെയറിലോ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒരു ഫയലും ഓപ്പൺ ആകത്തില്ല. VLC പ്ലെയർ അല്ലെങ്കിൽ ക്വിക്ക് ടൈം പ്ലെയർ അത് എപ്പോഴും അതിൽ തന്നെ ഈ ഫയൽ ഓൺ ആക്കി നോക്കുക. VLC പ്ലെയർ ആയിരുന്നാൽ പോലും ചെറുതായിട്ടൊന്ന് ലാഗ് ആവും. കണ്ട് ചെറിയൊരു വെട്ടിയാണ് പോകുന്നത്. ഈ ഫയലിനെ നമുക്ക് വേറെ ഏത് ഫയലിലാണോ നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫയലിനെ നമുക്ക് വേറെ ഏത് വീഡിയോസിലാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രീമിയറിലാണെങ്കിൽ പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിലേക്ക് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ജസ്റ്റ് ഞാനിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. കണ്ടില്ലേ, നമുക്കിതിനെ എവിടെയാണോ നമുക്ക് വയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരണമെങ്കിൽ RGB ആൽഫയാണ് കൊടുക്കേണ്ടത് നേരത്തെ കാണിച്ച സെറ്റിങ്സിൽ. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷനാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ട്രാൻസ്കോഡർ ഉണ്ട്. ഫ്രീ ആണ്. ഗൂഗിളിൽ ഹാൻഡ് ബ്രേക്ക് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോ ഫയൽ ഓപ്പൺ ആയി വരും. ജസ്റ്റ് ഓപ്പൺ ആയി കൊടുക്കുക, ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാം ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് കണ്ട ഇവിടെ ഹാൻഡ് ബ്രോക്കർ എന്ന് പറയുന്നത് ഇത് നമുക്കിവിടെ ഓപ്പൺ ആകാൻ കിട്ടും. ഇവിടെ നമുക്ക് നമ്മൾ ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഓപ്പൺ ആകാം. കണ്ടില്ല, ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതുപോലത്തെ ഒരു ഫയൽ വരും. ഇപ്പോൾ നമുക്ക് 4 രീതി ഇതിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൾഡർ മനസ്സിലാക്കി അറിയാമെങ്കിൽ ഇതിലേക്ക് ഇമ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഏറ്റവും സൈസ് കൂടിയ ഫയൽ ഇതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടണം. അപ്പോൾ നമുക്ക് ഫയൽ ഇവിടെ കിട്ടും.
എന്നിട്ട് നമ്മളൊന്നും ചെയ്യാനൊന്നും പോകണ്ട. ഒരു പ്രിസെറ്റ്സൊക്കെ ഉണ്ട്. പ്രീസെറ്റ്സ് നിങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഡയമെൻഷൻ നോക്കുക. അതിൽ വെബ് ഒപ്റ്റിമൈസ്ഡ് സെലക്ട് ആയി കൊടുക്കുക. അത് പ്രധാനമാണ്. 2 ഡയമെൻഷൻ നോക്കുക. അതൊന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട. ഫിൽറ്റർ എടുക്കുക. ഒന്നും ചെയ്യേണ്ട. വീഡിയോ അതിൽ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. ഈ കൺസ്റ്റൻ ക്വാളിറ്റി അത് ഒരുപാടൊന്നും കൂട്ടാതെ കുറയ്ക്കാനൊന്നും പാടില്ല. ഒരു 22-നും 24-നും ഇടയ്ക്ക് വയ്ക്കുക. ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ സെറ്റിങ്സ് ഒന്നും മാറ്റാനൊന്നും പോകണ്ട. എല്ലാം കാണും. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട അത് പാത്ത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് എൻകോഡ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എൻകോഡ് ആയിക്കോളും. അപ്പോൾ ഫയൽ സേവ് ആയി കഴിഞ്ഞ് നമുക്ക് ഫയൽ നോക്കാം. ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ, കണ്ടില്ലേ? ഇതിനെക്കാട്ടി 589 KB സൈസാണ് ഫയലുള്ളത്. വെറും 589 KB. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. ഫയൽ സൈസ് അത്രയ്ക്കുണ്ട്. വലിയതായിട്ട് പൊട്ടിയൊന്നും പോയിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ.